എന്താ ഇത്? ഇവിടെ പിരിവെടുക്കാണോ? ഇത് പിരിവല്ല സുഹൃത്തെ, ഞാൻ ലോൺ എടുക്കുകയാണ്. ലോണോ? ഇതെന്താ ബാങ്കോ ലോൺ എടുക്കാൻ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ബാങ്കാണ്. എന്റെ ഈ കാശ് കിട്ടുമ്പോ ഞാൻ പലിശ സഹിതം ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടും. നേരാണോ തോണിച്ച? പിന്നെ ഞാനിപ്പൊ എടുത്തതല്ലേ കണ്ടുള്ളൂ. ഞാൻ കൊണ്ടുവന്ന് ഇടുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണില്ല. കാരണം നിങ്ങൾ ആരും നല്ലത് കാണില്ല, ഒരുത്തന്റെ തെറ്റുകൾ മാത്രമേ കാണൂ. സുഹൃത്തെ, ഇത് ശരിയല്ല. നിങ്ങൾക്കറിയാമോ ഇതിനെപ്പറ്റി ടോൾസ്റ്റോയ് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്? ഐ വണ്ടേഴ്സ് വിത്ത് കൺട്രീസ് സീ റൈറ്റ് ആൻഡ് റോങ്, ഓ മാൻ. It is a wrong and right and wrong. Your eyes dust and you dust others' eyes. സാറേ, പോലീസ് സാറേ, ഭാവിയുടെ ബാസുരം LIC. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞതാ ഒരു പോളിസി എടുക്കുന്നു. എങ്കിൽ ഇപ്പോ ഈ ആപത്ത് ഘട്ടത്തിൽ അത് ഉപകരിക്കുമായിരുന്നു. പോടോ, ഒരു പോളിസി എടുക്കും സാറേ. താങ്കൾ പോകുന്നുണ്ടോ? എന്നാ അങ്ങോട്ട് ചെല്ലേ. ഇയാൾക്കൊക്കെ ധൈര്യമായിട്ട് എടുക്കാവുന്നതാ. കയ്യിലിരിപ്പ് അതല്ലേ. ഞാനിപ്പോ പറയാന്നല്ലാണ്ട് വേറെ എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെയായിരിക്കും ആണുങ്ങളോട് കളിച്ചാൽ. മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ നേരിട്ട് ചെന്ന് ജാമ്യം കൊടുത്ത ചരിത്രമുണ്ടോ? ഇതുപോലൊരു ജനാധിപത്യം ഈ ഭൂമുഖത്ത് എവിടെയെങ്കിലും ഉണ്ടോടാ പത്രോസേ? ജനാധിപത്യമല്ല പൗലോസ് ചേട്ടാ, ജനാധിപത്യ സോഷ്യലിസം. നമ്മൾ സോഷ്യലിസത്തിലേക്ക് ത്വരിതഗമനം ചെയ്തുകൊണ്ടിരിക്കുകയാവുന്നു. എന്നിട്ടും നമ്മുടെ മുക്കിനെ പറ്റി അപവാദം പറയുന്നവരെ തൊഴിക്കണം. ഉദ്യോഗസ്ഥന്മാർക്ക് പരിശോധിക്കാൻ സ്വാതന്ത്ര്യം, മത്തായി മുതലാളിക്ക് അവരെ തൊഴിക്കാൻ സ്വാതന്ത്ര്യം, ഇതെല്ലാം പൊട്ടിച്ചെടുക്കാൻ മുഖ്യമന്ത്രിക്ക് സ്വാതന്ത്ര്യം. ഇതല്ലേ യഥാർത്ഥ ജനാധിപത്യ സോഷ്യലിസം? ഈ ബസിന്റെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താലേ ശരിയാവില്ല. എന്തൊരു കഷ്ടപ്പാടാ നോക്കണേ. നാളെ ബസ് അവിടെ നിർത്തട്ടെ. വന്നാട്ടെ സാർ, വരണം സാർ, വന്നാട്ടെ. ഇരിക്കണം, ഇരിക്കണം സാർ. സാർ എപ്പോഴും പറയാറില്ലേ ഈ പണി നിർത്തണം, തെറ്റല്ലേ, ദോഷമല്ലേ എന്നൊക്കെ. സാറ് കണ്ടോ, എന്റെ അപ്പനാണ്. 7 വർഷമായി ഇതേ കിടപ്പിലാണ്. ജൈനമ്മേ, എന്റെ പെങ്ങളാ. വയസ്സ് 20ആയി. ഞങ്ങൾ 3 പേരുടെയും ചെലവ് നടക്കണം. അപ്പന് മരുന്നും കഷായമൊന്നും പറഞ്ഞ് ദിവസം 5-8 രൂപ വേണം. പലപ്പോഴും തോന്നിയതാ ഇവർക്ക് വിഷം കൊടുത്തിട്ട് ഞാനും ഒന്ന് കഴിച്ചാലോ എന്ന്. പക്ഷെ അതൊരു പരിഹാരമാവില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യണം സാർ? കൈ നീട്ടി തെണ്ടുന്നതിന് പകരം പാട്ട് നീട്ടി കാണിക്കുന്നു എന്ന് മാത്രം. ഞാനിത് നിർത്തണോ സാർ? നിന്നെ ഞാൻ തോട്ടത്തിലാക്കി, തോട്ടം രക്ഷിപ്പാനോ കായികനികൾ ഭക്ഷിപ്പാനോ. മോളമ്മേ. എന്താ അപ്പച്ച? മോളമ്മ വാ. ക്ലാരമ്മ എവിടെ? ഞാൻ എവിടെ പോവാനാ? ബാബാ. ക്ലാരമ്മ ഇവിടെ, മോളമ്മ ഇവിടെ. ക്ലാരമ്മേ, നീ എത്ര നാളായി എന്നോട് റേഡിയോ വേണോന്ന് പറയുന്നു? ദാ പിടി. എപ്പടി? ഇപ്പോഴെങ്കിലും നിന്റെ കെട്ടിയോനെ നിനക്ക് മനസ്സിലായല്ലോ.
അല്പം താമസിച്ചാണെങ്കിലും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു തരും. ആ മോളെ, ദാ, നിനക്ക് ഇഷ്ടമുള്ള കല്ലുമ്മക്കായ അപ്പച്ചൻ ഷാപ്പിൽ ചെന്നപ്പോ ദാ അവിടെ ഇരിക്കും. പൊതിയടാ ഒരു പൊതി എന്ന് പറഞ്ഞു. ദാ പിടി. എപ്പടി? ആ ക്ലാരമ്മേ, ആ അത് പറയാൻ ഞാൻ അങ്ങ് മറന്നു. ഈ വരുന്ന ഞായറാഴ്ച മോളെ പെണ്ണ് കാണാൻ അവരൊക്കെ വരുന്നുണ്ടെന്ന്. ഇത് പറയാൻ വേണ്ടി അറപ്പിൽ ഔസേപ്പച്ചൻ ഷാപ്പിൽ വന്നു. സന്തോഷമുള്ള കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവനും വാങ്ങിച്ചു കൊടുത്തു ഒരു കുപ്പി. എപ്പടി? അപ്പടി തന്നെ. ഡ്യൂട്ടി ചെയ്യാനുള്ള സ്ഥലം കത്തിച്ചു കളഞ്ഞില്ലേ? ജോലി ചെയ്യുന്ന സ്ഥലത്തെ ദേവാലയത്തെ പോലെ ബഹുമാനിച്ചു പോന്നവനാണ് ഞാൻ. ആ ഔട്ട് പോസ്റ്റ് കത്തിയെരിയുന്നത് കണ്ടതോടെ എന്റെ മനസ്സിന്റെ എല്ലാ സമനിലയും തകർന്നുപോയി അച്ചു. പൊതുമുതൽ കാത്തു സൂക്ഷിക്കുകയാണ് എന്നെ പോലെയുള്ള പോലീസുകാരുടെ ജോലി. ഇവിടെ ഇനി കാത്തു സൂക്ഷിക്കാൻ എന്താ ഉള്ളത്? ഞാൻ പോവുകയാണ്. അവസാനമായി അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങാനാണ് ഞാൻ വന്നത്. ഇത്രയും കാലം ആ കാക്കിക്കുപ്പായത്തിനകത്തിരുന്ന് എന്റെ മനസാക്ഷി രാവും പകലും എന്നോട് യുദ്ധം ചെയ്യുകയായിരുന്നു. ഇനി വയ്യ. ആ കുപ്പായം ഊരിവെക്കാൻ ഞാൻ തീരുമാനിച്ചു. അതെ അച്ചോ, ഞാൻ രാജിക്കത്ത് എഴുതി വച്ചിരിക്കുകയാണ്. ഇനിയുള്ള കാലം ഇതുവരെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യണം. ഗുരുവായൂരപ്പനെ ഭജിച്ച് ഞാൻ ബാക്കിയുള്ള കാലം കഴിയും. അച്ഛൻ എന്നെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ ഇച്ഛയത്തെടുക്കാൻ ആർക്കും കഴിയില്ല. ഇണങ്ങാത്ത കുപ്പായത്തിനുള്ളിൽ ശ്വാസം മുട്ടി കഴിയുന്നതിനേക്കാൾ അത് ഊരി എറിയുന്നതാ ഭംഗി. പരമാനന്ദ പിള്ളയുടെ മനസമാധാനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. കിളിപാടിയിൽ നടന്ന പോലീസ് വെടിവെപ്പിനെ കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. തുടർന്ന് കിളിപാടിയിൽ കഞ്ചാവ് കൃഷിയെക്കുറിച്ച് അന്വേഷിക്കാൻ ചെന്ന പോലീസിന് നേരെ നാട്ടുകാർ കല്ലെറിയുകയും മാരകായുധങ്ങളുമായി നേരിടുകയും ചെയ്തപ്പോൾ സ്വയം പ്രാണരക്ഷാർത്ഥം പോലീസ് വെടിവെച്ചുവെന്നും അതിലൊരു അക്രമി മരിച്ചുവെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. സാധുക്കളായ നാട്ടുകാരെ കഞ്ചാവ് കൃഷിക്കാരാക്കിയതിലും അക്രമികളാക്കിയതിലും പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഒന്നടങ്കം സഭയിൽ നിന്നും വാക്കൌട്ട് നടത്തി. അസംബ്ലിയിൽ അങ്ങനെ പലതും നടക്കും. നമ്മൾ അത് കാത്തിരുന്നിട്ട് കാര്യമില്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം. എന്റെ അഭിപ്രായം ഇത് തന്നെയാണ്. ഇവിടെ രാഷ്ട്രീയക്കാർ വരുന്നുണ്ട്, സാമൂഹ്യ പ്രവർത്തകർ വരുന്നുണ്ട്, പത്രക്കാർ വരുന്നുണ്ട്, പടവെടുക്കുന്നുണ്ട്, അങ്ങനെ പലതും നടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഇവിടുത്തെ പോലീസ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം ഈ പ്രദേശത്തെ കഞ്ചാവ് കൃഷിക്കാരുടെയും അക്രമികളുടെയും നാടായി കാണുകയാണ്. ആ സ്ഥിതിക്ക് ഇവിടുത്തെ സത്യാവസ്ഥ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാണ്. നമുക്ക് പോകാൻ പറ്റും. രണ്ടുപേർക്കും കൂടെ പോയി അദ്ദേഹത്തെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. പറഞ്ഞാൽ മനസ്സിലാവാതിരിക്കോ? മനുഷ്യരല്ലേ. ശരി, എന്നാൽ അങ്ങനെ തന്നെ ആകട്ടെ. ഏതായാലും ഞങ്ങൾ